കർത്താവിനെ സ്തുതിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ, പ്രിയ പാസ്റ്റർ കുടുംബം, പ്രസാദ് പാസ്റ്റർ, എല്ലാവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ രാത്രി എന്നെ വന്ദനം അറിയിക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ രാത്രി ഒരുമിച്ച് കൂടുവാൻ പ്രാർത്ഥിപ്പാൻ ദൈവം എന്ന സാവകാശനായ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ഇന്ന് രാത്രി കർത്താവിനിടയിലേക്ക് നല്ല പാട്ടുകൾ പാടിയ ദൈവത്തെ സ്തുതിപ്പാനിടയായത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. മുട്ടം ഗീവർഗീസ് പാസ്റ്ററുടെ ഒരു സാക്ഷ്യം യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ് അഴലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടും. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ശുശ്രൂഷയുടെ പ്രയാസം നിറഞ്ഞ അദ്ദേഹത്തിന്റെ യൗവന കാലത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ പ്രതിസന്ധിയുടെ ഒരു ക്രൈസിസിന്റെ നടുവിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ മാർഗമില്ലാതിരുന്ന ഒരു കാലം തന്റെ വൈഫ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിന് പോലും നിർവാഹമില്ലാത്ത ഒരു 8ാമത്തെ ദിവസം അദ്ദേഹം ഭാര്യയുടെ ഈ വലിയ പ്രയാസത്തിൽ ആ റൂമിൽ തന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ആയിരുന്നപ്പോൾ ആ ക്ഷീണാവസ്ഥയിൽ ക്രൈസിസിന്റെ നടുവിൽ ദൈവം അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പ്രേരണ കൊടുത്തു. അദ്ദേഹം കൈ ചൂണ്ടി തന്റെ ഭാര്യയുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടി. അവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രകാശം അന്നേരം പരന്നു. കർത്താവ് കൊടുത്ത വരികളാണിത്. അഴലേറും ജീവിതം അരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തു. ഞാൻ വളരെ എത്രയോ ആയിരങ്ങൾ 10,000 ആ പാട്ടിന്റെ വരികൾ പാടി ആശ്വാസം അവരുടെ ക്രൈസിസ് നടുവിൽ പ്രാപിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്. നല്ല മനോഹരമായ സാക്ഷ്യമാണ്. കർത്താവിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രയോജനപ്പെട്ട മുട്ടം ഗീവർഗീസ് അപ്പച്ചന്റെ സാക്ഷ്യം. ഇന്ന് രാത്രി ഞാനും എന്റെ ചെറിയ മെസ്സേജിന് കൊടുത്തിരിക്കുന്ന പേര് ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ. ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ. ക്രൈസിസ്, പ്രതിസന്ധിയും ദൈവം തരുന്ന ഉദ്ധാരം. മനുഷ്യന്റെ ലൈഫില് നമുക്കെല്ലാം പരിചയമുള്ള ഒരു വാക്കാണ് ക്രൈസിസ്. ക്രൈസിസിലൂടെ കടന്നു പോകാത്ത, ഒരു പ്രതിസന്ധി അനുഭവിക്കാത്ത ആരും, പ്രത്യേകിച്ചും ഒരു മിഡിൽ ലൈഫ് 30 to 70 ജീവിതത്തിലെ ഏറ്റവും കാതലായ ഒരു പീരീഡാണ്. ഒരുപാട് തീരുമാനങ്ങൾ, ഡിസിഷൻസ് എടുക്കേണ്ട, ചലഞ്ചസ് ഉള്ള, ജോലി സ്ഥലത്തും വീട്ടിലും സമൂഹത്തിലും ഒക്കെ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രായമാണ് 30 to 70. അല്ലാത്ത പ്രായത്തിന് ക്രൈസിസ് ഉണ്ട്. പല സാഹചര്യങ്ങളും ക്രൈസ് ഉണ്ടാകാം. ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് കൊണ്ട് ക്രൈസ് ഉണ്ടാവാം, തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകാം, കാഷ്വാലിറ്റീസ് ഉണ്ടാകാം, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ നമുക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. ആ സപ്പോർട്ടിങ് സിസ്റ്റം നമ്മുടെ ഫാമിലിയാണ്, മറ്റേ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, നമ്മുടെ റിലേറ്റീവ്സ് ആണ്, നമ്മുടെ ചർച്ച്. ഇതെല്ലാം നമ്മുടെ സപ്പോർട്ടീവ് സിസ്റ്റമാണ്. കോപ്പ് അപ്പ് ചെയ്യുവാനും ഓവർകം ചെയ്യാനും ക്രൈസിസിനെ. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഓരോ പണ്ടത്തെ ആളുകൾ പറയുന്ന ഈ കൃഷിക്കൊക്കെ പണ്ട് മോട്ടർ ഇല്ലാതിരുന്ന ആളുകൾ ഇങ്ങനെ ചക്രം കൊണ്ട് അവർ കറങ്ങുന്നത്. ഒന്ന് ചവിട്ടി താഴെ വിടുമ്പോൾ അടുത്ത ചക്രം അത് നേരിടും. ഒരു ക്രൈസിസ് മാറുമ്പോൾ അടുത്ത ക്രൈസിസ്. മനുഷ്യന്റെ ലൈഫ് അങ്ങനെ പോകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പൈതലിന് ഈ സപ്പോർട്ടിങ് സിസ്റ്റം എല്ലാം ഉള്ളപ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കേസ് കർത്താവ് കൂടെ ഉള്ളതാണ്. The Lord is there. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്രൈസിസിന്റെ നടുവിൽ ഇപ്പം മുട്ടഗീവർഗീസ് അപ്പച്ചൻ പാടിയ പാട്ട് പോലെ അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ സഹജേ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കൺമണി പോലെ അവൻ കാക്കും. സോ ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് ക്രൈസിസിന്റെ നടുവിൽ. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു, എത്രയോ സിറ്റുവേഷൻസ്, എത്രയോ ക്രൈസിസിലൂടെ നാം കടന്നു. എന്നാൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായി സപ്പോർട്ട് ചെയ്തു. ദൈവം നമ്മളെ സഹായിച്ചു, ദൈവം നമ്മളെ വഴി നടത്തി. ദാറ്റ്സ് അവർ ടെസ്റ്റിമണി. ബൈബിളിൽ മുഴുവൻ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ദൈവത്തിന്റെ ഭക്തന്മാർ, ദൈവത്തിന്റെ ജനം, ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇവരുടെ ക്രൈസിസിന്റെ നടുവിൽ ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഓരോ ദിവസവും നമ്മൾ ഈ മെഡിറ്റേറ്റീവ് ഒക്കെ തന്ന ചിന്തകളാണ്. ഇന്ന് പകൽ എന്റെ മനസ്സിൽ കൂടെ കടന്നുപോയ 2 പാസേജുകളാണ്. ഫെമിലിയർ പാസേജാണ്, ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ, മറ്റൊന്ന് ന്യൂ ടെസ്റ്റ്മെന്റിൽ. ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷന്റെ 2 പാസേജസ്. ഫസ്റ്റ് പാസേജ്
ഏലിയാവിന്റെ ലൈഫിൽ തന്നെ. ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19. രണ്ടാമത്തെ പാസേജ് ഞാൻ നിങ്ങളുടെ വെച്ച് പ്രസംഗിച്ചിട്ടുള്ള പാസേജ് വേറൊരു ആസ്പെക്റ്റിൽ, യേശുവിന്റെ സ്നേഹം എന്നുള്ള ഒരു ആസ്പെക്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ജോൺ 21. ഈ 2 ചാപ്റ്റേഴ്സ് ആണ് എന്നതാണ് ഈ ക്രൈസിസിന്റെ നടുവിൽ ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ. അതിനെക്കുറിച്ച് 1-2 കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ഫസ്റ്റ് പാസേജ് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19, സെക്കൻഡ് പാസേജ് ജോൺ 21. ഈ 2 പാസേജും ബൈ ഹാർട്ട് അറിയാവുന്നതാണ് നമുക്ക്. റിജോയ്സ് നമ്മളെല്ലാവരും ബൈ ഹാർട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒരു മൊത്തം വായിച്ചിട്ട് പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഡിവോഷണൽ ചിന്തയിലേക്ക് പോകുന്നില്ല. നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഇത് തമ്മിലുള്ള കമ്പാരിഷൻ, ഞാൻ ഈ സന്ധ്യയിൽ ഈ പുസ്തകം 2 പാസേജ് ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ എന്റെ മനസ്സിൽ കടന്നത് കുറച്ച് കമ്പാരിഷൻസ് എനിക്ക് കിട്ടും. ഒന്ന്, ഈ ഏലിയാവിന്റെ പാസേജിൽ ദൂതനെയാണ് ക്രൈസിസിന്റെ നടുവിൽ ദൈവം അയക്കുന്നത്. കാരണം ചൂരച്ചെടിയുടെ തണവിൽ എന്ന് പ്രാർത്ഥിക്കുന്ന, മരിക്കാൻ ആഗ്രഹിക്കുന്ന, ജീവിതത്തിലെ ഒരു ക്രൈസിസ് ജംഗ്ഷനിൽ, ഒരു മരുഭൂമിയിൽ ഒരു ദൂതനെ അയക്കുക. എന്നാൽ ദൂതനെ കൊണ്ടല്ല, അതിനുശേഷം ദൈവം നേരിട്ട് ഇടപെടുന്നുണ്ട് ഏലിയാവിൽ. സോ ഫസ്റ്റ് ഏഞ്ചൽ ആൻഡ് ദെൻ ലോർഡ് ഹിംസെൽഫ്. ജോൺ 21 ഏഞ്ചൽ ഒന്നും, ദ ലോർഡ് ഹിംസെൽഫ് ഡയറക്ട്ലി ഡീലിംഗ് വിത്ത്. ഒന്ന് ഡെസേർട്ടിലാണ്, മറ്റേത് ഒരു കടൽക്കരയിലാണ്. ഇവിടെ ഒന്ന് ഒരാൾ ഒറ്റയ്ക്കാണ്, മറ്റേത് ഒരു ടീമാണ്, ഒരു ടീം ഇൻ ക്രൈസിസ്. ഒന്നൊരു പ്രോഫറ്റ് ആണ്, മറ്റേത് അപ്പോസ്റ്റൽസ് ആൻഡ് ഡിസൈപ്പിൾസ് ആണ്. ഒന്നിനെ ഈ 19-ാമത്തെ ചാപ്റ്ററിലെ ലൈഫ് ഇൻ ക്രൈസിസ് ആണ്, കാരണം അദ്ദേഹം ഓടിപ്പോകുന്നത് ജീവരക്ഷയ്ക്കായിട്ടാണ്. മറ്റേത് ലൈഫിൽ ത്രട്ടണിങ് ഇല്ല, എന്നാൽ സിറ്റുവേഷൻസ് ആർ ഡിഫിക്കൽട്ട്. ഞാൻ എഴുതി വെച്ച ബ്രെഡ് ക്രൈസിസ് ഓർ ഫുഡ് ക്രൈസിസ് എന്നാണ് എഴുതി വെച്ചത്. നോക്കുന്നത് കമ്പാരിഷൻസ്. നമുക്ക് ആ ഫസ്റ്റ് പാസേജിലേക്ക് തന്നെ പോകാം. ദാറ്റ് ഈസ് ഫസ്റ്റ് കിങ് ചാപ്റ്റർ 19. നമുക്കറിയാവുന്ന പാസേജ്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. നമുക്ക് ഏലിയാവിന്റെ അതിന്റെ 19-ന്റെ 1-2 അതിന്റെ കോണ്ടെക്സ്റ്റ് ആണ്. ആ കോണ്ടെക്സ്റ്റ് ഏലിയാവിന്റെ ശക്തമായ ഒരു ശുശ്രൂഷ കർമ്മേലിന്റെ മുകളിൽ യഹോവയായ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് തെളിയിക്കുന്നു. ബാലിന്റെ പ്രവാചകന്മാരെല്ലാം മാറ്റപ്പെടും. വലിയൊരു മിനിസ്ട്രിയുടെ വിജയം, ക്ലൈമാക്സ്, ഏലിയാവിന്റെ ലൈഫിന്റെ ശുശ്രൂഷയുടെ ഒരു ക്ലൈമാക്സ് ആ കർമ്മേലിന്റെ മുകളിലാണ്. എന്നാൽ അതുകൊണ്ട് പ്രശ്നം തീർന്നില്ല. അവിടുത്തെ പൊളിറ്റിക്കൽ അതോറിറ്റി, രാജാവും രാജ്ഞിയൊക്കെ ഏലിയാവിനെതിരായി. നോക്കിയേ, എന്റെ ഏലിയാവ് ചെയ്തു നോക്കുകയും ഒരു പ്രവാചകന്മാരെ വാൾക്കൊണ്ട് കൊന്നതും 19. ഇത് കേട്ടിട്ട് ഈ പ്രവാചകൻ അത്രയും ശക്തമായി അതിന്റെ തൊട്ട് പറയുന്ന പാസേജുകളിൽ ദൈവത്തിന് വേണ്ടി നിന്ന കർത്താവിന്റെ മനുഷ്യൻ, പ്രാണരക്ഷാർത്ഥം, ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ 3-ാമത്തെ വാക്യം, അവൻ ഭയപ്പെട്ടു. ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ലൈഫ് ഇൻ ക്രൈസിസ്. യഹൂദയ്ക്ക് ഉൾപ്പെടെ ബേർഷേബയിൽ ചെന്നു, അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ദൂരം, ഓൾമോസ്റ്റ് 18 to 20 miles into the desert. ഒരു 8 days ജേർണി, ഒരു ദിവസത്തെ കിലോമീറ്ററിലൊന്നുമല്ല. അപ്പം ഒരു 18 to 20 miles ഒറ്റയ്ക്ക് ഈ മരുഭൂമിക്കുള്ളിൽ, ബേർഷേബ മരുഭൂമിയുടെ ഉള്ളിൽ ഒരു ചൂരച്ചെടിയുടെ തണലിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ ഒരു നെഗറ്റീവായ പ്രയർ ആയി, ഒരു ക്രൈസ്റ്റിന്റെ നടുവിലെ പ്രാർത്ഥന ഇതല്ല. ദിസ് ഇസ് നോട്ട് ദ പ്രയർ. കാരണം ഡിപ്രസ്ഡായി ലോൺലി ആയി, വലിയ മിനിസ്ട്രി വിജയോ ആരവാരങ്ങളെല്ലാം കഴിഞ്ഞു, ലോൺലി ആയി, ബ്രോക്കൺ ആയി ഒരു പ്രാർത്ഥനയായി, കർത്താവേ എന്റെ പ്രാണനെ എടുക്കണം, ഐ ഡോണ്ട് വാണ്ട് എനി മോർ ടു കണ്ടിന്യൂ. അതൊരു ലൈഫ് ഇൻ ക്രൈസിസ്. ലൈഫ് ഇൻ ക്രൈസിസ്. ഇവിടെ നോക്കി, ഇവിടെ ദൈവം അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, ദൈവം ഒരു ദൂതനെ ഏലിയാവിന്റെ അടുക്കിലേക്ക് അയക്കുക. നമുക്കറിയാവുന്ന പാസേജാണ്. അവനെ വന്ന് തട്ടി, തട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പവും വെള്ളവും തലക്കിലിരിക്കുന്നതാണ്. അത് രണ്ടും കഴിച്ചു, അവിടെ വീണ്ടും കിടന്നുറങ്ങി. രണ്ടാമത്തെ പ്രാവശ്യം, സെക്കൻഡ് ടൈം, ദൂതൻ വന്ന് തട്ടും. ഇവിടെ ദൂതൻ സംസാരിക്കുന്നത് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ സ്റ്റോറി. ഏലിയാവേ, ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, ഇത് ക്രൈസിസ് ആണ്. പക്ഷെ ഈ ക്രൈസിസിൽ ദൈവം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയല്ല. ദിസ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ടെന്നുള്ളൊരു മെസ്സേജാ ഏലിയാവിനോട് കൊടുക്കുന്നത്.
ലൈഫ്. അതിനുശേഷം നോക്കി, ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോൾ 420 കിലോമീറ്റേഴ്സ്. ഒരു ദിവസം ഒരു 10-12 കിലോമീറ്റർ നടന്നതാണ്. ഞാനത് ആ ദൂരം ഈ 40 കാണുമ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയത് എന്താ ഈ 40. കാരണം ഇത് താഴോട്ടാ യാത്ര. യെരൂശലേമിൽ നിന്നെല്ലാം താട്ടുക. പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്ത് ജീവിച്ച മനുഷ്യന് മരുഭൂമിയിലും വലിയ പർവ്വതങ്ങളിലും ഒക്കെയുള്ള യാത്ര, ഡിഫിക്കൽട്ട് ജേർണി. അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രമേ ഓരോ ദിവസം യാത്ര ചെയ്യാൻ പറ്റി കാണും. ഓൾമോസ്റ്റ് 40 days and 40 nights. നോക്കിയ ആഹാരത്തിന്റെ ബലം കൊണ്ട് ഇങ്ങനെ വേണം ചെയ്യാം. ലൈഫ് ഇൻ ക്രൈസിസ്, ഒരു ഹെവൻ ബേക്ക്ഡ് ബ്രെഡ്, സ്വർഗത്തിന്റെ കനലിൽ ചുട്ട ഒരാട, ഒരു തുരുത്തി വെള്ളം, അതിന്റെ ബലം കൊണ്ട് 40 nights and 40 days യാത്ര ചെയ്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്, ഒരുപക്ഷെ സീനായി ആയിരിക്കാം. അവിടെ വരുമ്പോൾ നോക്കി, സെക്കൻഡ് ദൈവം ഏഞ്ചലിന്റെ അല്ല, നേരിട്ട് ഇടപെടുക, ഡയറക്റ്റ് ഇന്റർവെൻഷൻ. അവിടെ ഒരു ഗുഹയിൽ കടന്ന് പാർത്തു. ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഏലിയാവ് ഇതിനെ കൂടെ എന്താ കാര്യം? അപ്പൊ ഏലിയാവ് തന്റെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയും. അവിടെ വലിയൊരു ഫയർ, ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു പോകുന്നു, വലിയ ഭൂകമ്പം ഉണ്ടാകുന്നു, അതിനുശേഷം തീ ഉണ്ടാകുന്നു, അതിനുശേഷം സൗമ്യമായ ഒരു ശബ്ദം, സ്വീറ്റ് വോയിസ്, ഒരു ദൈവത്തിന്റെ ശബ്ദം. അവിടെ ഏലിയാവ് ആ പുതപ്പ് കൊണ്ട് മുഖം മൂടുക. ഞാനിത് വായിച്ചപ്പോ മോശയുടെ സ്റ്റോറി ആയിട്ടുള്ള കമ്പാരിഷൻ വളരെ ക്ലിയർ ആണ്. മോശയുടെ അവിടെയും മുൾപ്പടർപ്പും തീയും ഒക്കെ ഉണ്ടായിരുന്നു. മോശ ദൈവത്തെ കണ്ടിട്ട് മുഖം മൂടി. ഈ പ്രതിഭാസങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നു. തീ എന്ന് പറയുമ്പോൾ തീയുടെ ഒരു പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ആ ദൈവത്തിന്റെ വിശുദ്ധിയെ, ദൈവത്തിന്റെ അധേർനെസ്സിനെ കാണിക്കുന്ന, ഹോളിനെസ്സിനെ കാണിക്കുന്ന ആ വലിയ ഒരു പ്രതിഭാസം അവിടെയുണ്ട്. അതിൽ ഏലിയാവ് ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവം ഏലിയാവിനോട് സംസാരിച്ച് ഏലിയാവിനെ പുതിയ ഒരു ഡയറക്ഷൻ കൊടുക്കും. നോക്കി, ഇവിടെ ഒന്ന് കാര്യം, ഗോഡ് ഈസ് സീക്കിംഗ് ദ പ്രോഫറ്റ്. ദൈവം ഏഞ്ചലിനെ അയച്ച് അന്വേഷിക്കുക, ഈസ് സീക്കിംഗ്. 2, ഗോഡ് സ്പീക്സ്. 3, ഗോഡ് പ്രൊവൈഡ്, ഒരു ന്യൂ ഡയറക്ഷൻ കൊടുക്കുക. സോ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ക്രൈസിസ്, ഞാനല്ലോ ഈ സപ്പോർട്ടീവ് സിസ്റ്റം ഒക്കെ ഉള്ളപ്പോഴും ദൈവത്തിന്റെ പൈതൽ ഒരു പ്രതിസന്ധിയിലാവുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ഗോഡ് സീക്സ്, ദൈവം നമ്മളെ തിരയും, ദൈവം നമ്മളെ അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ തരുന്നു. 2, ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഇവിടെ ഒന്ന് ദൂതനിലൂടെയാണ്, മറ്റത് ഡയറക്റ്റ് ആയിട്ട് ഏലിയാവിനോട് സംസാരിക്കുക. ഒരുപക്ഷെ നമ്മുടെ ക്രൈസിസിന് മേ നോട്ട് ബി ഡയറക്റ്റ്, വചനത്തിലൂടെ ആയിരിക്കാം. ഒരുപക്ഷെ പ്രസംഗിക്കുന്ന ആള് അറിയത്ത് പോലുമില്ലായിരിക്കാം നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും ആ ബലഹീനനായ കർത്തൃദാസന് ദൈവം കൊടുത്തൊരു പാസേജ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാം. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഗോഡ് സ്പീക്സ്. അത് മാത്രമല്ല, ഗോഡ് പ്രൊവൈഡ്. ചിലപ്പോൾ ഒരു ന്യൂ ഡിറക്ഷൻ ആയിരിക്കാം ദൈവത്തിന്. ഇത്രയും നാളും പോയ വഴിയല്ലായിരിക്കാം. എ ന്യൂ ഓപ്പണിംഗ്, ഒരു പുതിയ ചേഞ്ച്, ഒരു ടേണിംഗ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ഒരു ടേണിംഗ് ഉണ്ടായിരിക്കും. ഏലിയാവിനെ ദൈവം ഏൽപ്പിക്കുന്നത് എലീശയെ അനോയിന്റ് ചെയ്യാനുള്ള ഒരു നിയോഗമാണ്. പകരം 2 രാജാക്കന്മാരെ വാഴിക്കാനുള്ള നിയോഗമാണ്. സോ there is a newness, a new change, a new direction in the journey. ഓക്കെ, ഈ റെസ്റ്റോറേഷൻ സംഭവിക്കുകയാണ് ഏലിയാവിന്റെ ജീവിതം. അപ്പം ദൈവത്തിന്റെ പൈതലിന്റെ ക്രൈസിസിന്റെ നടുവിൽ ദൈവം ഇടപെടും, ദൈവം സഹായിക്കും. ജോൺ 21 പോവാം. സെയിം സാധനങ്ങൾ അവിടെ റിപ്പീറ്റ് ചെയ്യും. അവിടെ നമുക്കറിയാം, ആഫ്റ്റർ ദീസ് തിങ്സ്, 21 ചാപ്റ്റർ പറയുന്നത് ആഫ്റ്റർ ദീസ് തിങ്സ്, ക്രൂശിനും പുനരുത്ഥാനത്തിനു ശേഷം. അത് ക്രൂശ് പുനരുത്ഥാനം മാത്രമല്ല, 3 വർഷത്തെ അധികമുള്ള ശുശ്രൂഷയ്ക്ക് ശേഷം കുഷ്ഠരോഗി സൗഖ്യമാകുന്നത് ഈ ഡിസൈപ്പിൾസ് ഇവർ നേരിട്ട് കണ്ടതാണ്. ലാസർ ഉയർത്തുന്നത് കണ്ടത്, 5 അപ്പം കൊണ്ട് 5000 പേരിലധികം പേരെ പോഷിപ്പിക്കുന്നത് കണ്ടതാണ്. ഇതെല്ലാം ഇവരുടെ കണ്ണിന്റെ മുമ്പിൽ മിറാക്കുലസ് ഡേയ്സ്, വളരെ സ്പിരിറ്റഡ് ആയ ദിവസങ്ങൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത ക്ലാസ്സുകൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത പ്രസംഗങ്ങൾ, വളരെ എൻഗേജ്ഡ് ആയ 3 വർഷത്തിലധികം. പക്ഷെ ഇതിനെല്ലാം ക്രൂശ് കൊണ്ടൊരു സഡൻ ബ്രേക്ക് ഉണ്ട്. ഇതിന് മാത്രമല്ല, അതിന് പുറകിൽ ഒരു പശ്ചാത്തലമുണ്ട്.
ഈ മശിഹ എന്നുള്ള ആ ഒരു ചിന്ത യഹൂദന്റെ മനസ്സിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന മശിഹ ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ചിന്തകളല്ല. അവർക്ക് രാഷ്ട്രീയമായി വിമോചിപ്പിക്കുന്ന മശിഹയായിരുന്നു. ഇപ്പോൾ തന്നെ ഹോശന്ന, ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കാൻ. ക്രൂശിലേക്ക് പോകുമ്പോൾ ഒരുത്തനെ എടുത്ത് ഒരുത്തനെ വലത്തു. സോ സീറ്റ്സ് ആർ ബുക്ക്ഡ്. ക്രൂശ് ഒരിക്കലും നിനക്കത് ഭവിക്കില്ല, കാരണം മശിഹ cannot be crucified. ഇതായിരുന്നു അവരുടെ തിയോളജി. അപ്പൊ അതുകൊണ്ട് ഇത്രയും പ്രതീക്ഷയോടെ യേശുവിന്റെ കൂടെ നടന്നത്. മെറ്റീരിയലായ പ്രതീക്ഷ, പൊളിറ്റിക്കലായ പ്രതീക്ഷ, അതെല്ലാം സഡൻലി സ്റ്റോപ്പായി. ക്രൂശ് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ക്രൂശ് മാത്രമല്ല, പുനരുദ്ധാനം മനുഷ്യന്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത ഒരു സ്റ്റോറിയാണ്. സോ റിപ്പീറ്റഡ് അപ്പിയറൻസിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാകും. ഇങ്ങനെ ഒരു ക്രൈസിസിൽ നോക്കി, ഇങ്ങനെ ഒരു ക്രൈസിസിൽ ശിമോൻ പത്രോസിന്റെ സജഷൻ, ആ പഴയ കടലും പടകും വലയും അല്ല. ഇന്ന് രാവിലെ ഞാൻ ഈ ഭാഗം എലിയാവിന്റെ ഭാഗം ഞാൻ രാത്രിയിലാണ് നോക്കുന്നത്. രാവിലെ ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ എന്നോ കർത്താവ് എന്റെ മനസ്സിൽ ഇതൊരു നമുക്കൊരു പോസ്റ്റ് എഴുതി വെക്കാം. Peter was backsliding. Peter was leading the people astray. നമുക്ക് വേണേ പത്രോസിനെ കുറ്റപ്പെടും. നോക്കിയ യേശുവിന്റെ സമീപനം തികച്ചും വ്യത്യസ്തമാണ്. ഹിസ് അപ്രോച്ചിങ് ക്രൈസിസ്. അവിടെ വന്ന് അവർക്ക് വേണ്ടി അവരെ അന്വേഷിക്കുക കർത്താവ്. അത് മാത്രമല്ല, അവർ വിളിക്കുന്ന ലാംഗ്വേജ് കുഞ്ഞുങ്ങളെ എന്നുള്ള ലാംഗ്വേജ്. ഞാൻ വിചാരിക്കുന്നു, വാട്ട് എന്നതിനേക്കാൾ ഉപരി വൈ പീറ്റർ വെന്റ്. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ എഴുതിക്കുന്നത്, he cooked a breakfast, he called them to eat, he served the breakfast. ഞാൻ എത്ര ചിന്തിച്ചിട്ടും അതിന്റെ മാധുര്യം എന്റെ മനസ്സിൽ നിന്ന് പോണില്ല. യേശു കുക്ക് ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ജീസസ് കുക്ക് ദ ബ്രേക്ക്ഫാസ്റ്റ്. മാത്രമല്ല, he called them to have breakfast. ഇവര് ഈ ടെൻഷൻ കൊണ്ട് നമുക്ക് ഡബിൾ ഫെയിലിയറാ. ഒന്ന് കർത്താവിനെ വിട്ടുപോയ ഫെയിലിയർ, അത് മാത്രമല്ല രാത്രിയിലൊന്നും പിടിച്ചില്ല. സോ ഡബിൾ ക്രൈസിസ്, ഡബിൾ ഫെയിലിയർ. അതുകൊണ്ട് അപ്പം എടുത്ത് കഴിക്കാൻ പോലുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് ആർക്കും ഇല്ലായിരുന്നു. They were not even able to take the bread. So Jesus went ahead. കർത്താവിനെ വിളിച്ചത് മാത്രമല്ല, Jesus became the waiter. That means serving them, giving them the food. So ഇവിടെയും അവരോട് സംസാരിക്കുക. എന്നിട്ട് നോക്കിയേ, 15ാമത്തെ വാക്യത്തിൽ പറയുന്നത് പ്രാതൽ കഴിച്ച ശേഷമാണ്. തിയോളജി വരുന്നത് ഫുഡ് കഴിഞ്ഞിട്ടാ തിയോളജി വരുന്നത്. Now Jesus knew very well that why Peter went. പത്രോസ് പഴയ വൊക്കേഷനിലേക്ക് പോയതിന്റെ കാരണം ഒരു ബാക്ക് സൈഡിങ്ങും അല്ല. അങ്ങനെ വിളിക്കാൻ ഞാൻ ഭയപ്പെടുക. ഫുഡ് ക്രൈസിസ്, പ്രതിസന്ധി, എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു ജംഗ്ഷൻ. വാട്ട് ടു ഡു നെക്സ്റ്റ്, വേർ ടു ഗോ, വിച്ച് ഡോർ വിൽ ബി ഓപ്പൺ. ഒരു ഐഡിയയും ഇല്ല. ടോട്ടലി ബ്ലാങ്ക്, ശൂന്യമായി. ലൈഫ് തന്നെ ശൂന്യമായി. ഈ ആരവങ്ങളും ആവേശങ്ങളും 3 വർഷത്തിലധികമുള്ള ശുശ്രൂഷ എല്ലാം മെമ്മറിയായി. നോട്ട് നോയിങ് വാട്ട് ടു ഗോ. ഇവിടെ യേശു ആ ക്രൈസിസിനെ അഡ്രസ് ചെയ്യാതെ ചെയ്തു. നോട്ട് ഈവൻ തിയോളജി. നോ, ഞാൻ വിചാരിക്കുന്ന കർത്താവോടൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തു കണ്ടറിയില്ല. ഭക്ഷണം കഴിച്ച ശേഷം തിയോളജിക്കൽ ഡിസ്കഷൻ ഇസ് ബിഗിനിങ്. യേശു ചോദിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്. രാവിലെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്. എന്നിട്ട് ചോദിക്കുക, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാനാണ് പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് രാവിലെ വായിച്ചപ്പോൾ there is a strong connection between ministry and love. യേശുവിനോടുള്ള സ്നേഹം ശുശ്രൂഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ്. Christian life and ministry is connected to Jesus' love. Ministry is a result of love. Christian life is the result of loving Jesus. കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് എന്റെ ശുശ്രൂഷ. അതിനാൽ that's what Jesus is asking. മാത്രമല്ല, ആ സ്നേഹം നീ യൗവനക്കാരനായിരുന്നപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നടന്നു. എന്നാൽ വയസ്സനായ ശേഷം നീ കൈ നീട്ടുകയും മറ്റൊരിടത്ത് നിന്റെ അരകെട്ടി ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്കും. അങ്ങനെയുള്ള ക്രൈസിസിൽ നിൽക്കണമെങ്കിൽ must be abiding in the love of Jesus. Sacrificial love. ജീവനെ തന്നെ യേശുവിന് വേണ്ടി കൊടുക്കുന്ന തരത്തിലുള്ള സ്നേഹമാണ്. So it's a love. നോക്കി, ഇവിടെയും ജീസസ് ഈസ് സീക്കിംഗ്. കർത്താവ് അവരെ അന്വേഷിക്കുക.
കർത്താവ് അവരോട് സംസാരിക്കുക, കർത്താവ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക, ഒരു ന്യൂ ഡയറക്ഷൻ കൊടുക്കുക. സോ എലൈജയുടെ കേസിലും ഏലിയാവിന്റെ കേസിലും ഈ രണ്ട് സ്റ്റോറീസും രണ്ട് ക്രൈസിസും നമ്മളോട് പറയുന്നത് God is there. Number one, the Lord seeks us in crisis. നമ്മൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ അന്വേഷിക്കുന്നു. That's the courage of a child of God. പ്രതിസന്ധിയിൽ ദൈവം നമ്മളെ അന്വേഷിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തുന്നു. എലിയാവിന്റെ ജീവിതത്തിൽ ആദ്യം ദൂതനെ അയച്ചാണെങ്കിൽ അവന് വേണ്ടി ഒരു കരുതൽ, അവനോട് സംസാരിപ്പാൻ ദൈവം. അതിനുശേഷം മാത്രമല്ല, രണ്ടാം പ്രാവശ്യം ദൈവം നേരിട്ട് അവനോട് സംസാരിക്കും. ശിഷ്യന്മാരുടെ കേസിലും ജീസസ് വാസ് വെയിറ്റിംഗ് ഫോർ ദം. ഡബിൾ ഫെയിൽഡ് ആയ ഒരു ടീമിന് വേണ്ടി കാത്തു നിൽക്കുക, ശൂന്യമായി പോയ പത്രോസിന്റെ ലൈഫിന് വേണ്ടി കാത്തു നിൽക്കുക, അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ടി കരുതുക. ഞാൻ വിചാരിക്കുന്നു, ഞാൻ പറഞ്ഞ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ മാധുര്യം എത്ര വലുത്. സോ ബ്യൂട്ടിഫുൾ. സ്മോൾ ഒരു ചെറിയ കരുതൽ. കർത്താവ് നമ്മളെ അന്വേഷിക്കുന്നു. The Lord speaks to us in our crisis. നമ്മളെ കർത്താവ് അന്വേഷിക്കുന്നു. The Lord seeks us in our crisis. The Lord speaks to us in our crisis. Number 3, the Lord provides for us in our crisis. നമ്മുടെ ക്രൈസിസിൽ ദൈവം നമുക്ക് വേണ്ടി കരുതും. ഞാൻ ചോദിക്കട്ടെ, ഈ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിച്ചത് ടെക്സ്റ്റിൽ നിന്ന്, ഏലിയാവിന്റെ ലൈഫിൽ നിന്ന്, ഡിസൈപ്പിൾസിന്റെ ലൈഫിൽ നിന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി നമ്മുടെ സാക്ഷ്യം ഇന്ന് രാത്രിയാണ്. എന്റെ സാക്ഷ്യം എന്താ ഇന്ന് രാത്രി? എത്രയോ പ്രതിസന്ധികൾ, എത്രയോ ക്രൈസിസ്, എത്രയോ ജംഗ്ഷൻസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കർത്താവ് നമ്മളെ വിളിച്ച കർത്താവ് നമ്മളെ തേടി വന്ന എത്രയോ സന്ദർഭങ്ങൾ ഇന്ന് രാത്രി നമുക്ക് എത്രയോ സന്ദർഭങ്ങൾ. മാത്രമല്ല, എത്രയോ സന്ദർഭങ്ങളിൽ കർത്താവ് ഹൃദ്യമായി നമ്മളോട് സംസാരിച്ചില്ലേ. ഒരുപക്ഷെ ഡയറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വചനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പാട്ടിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ആരെങ്കിലും അയച്ച ഒരു വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ആയിരിക്കാം. ബട്ട് ജീസസ് വാസ് ദേർ. യേശു അവിടെ ഉണ്ടായിരുന്നു. കർത്താവ് സംസാരിച്ചു. ഇത് മാത്രമല്ല, ഗോഡ് പ്രൊവൈഡഡ്. ആ പ്രൊവൈഡ് ഞാൻ പറയുമ്പോൾ ഒരു മെറ്റീരിയൽ പ്രൊവിഷൻ മാത്രമല്ല, the strength in the crisis. നമുക്ക് വചനം അയച്ച് നമ്മളെ കർത്താവ് ബലപ്പെടുത്തി. നമുക്കൊരു വിസ്ഡം ഇൻ ദ ക്രൈസിസ്. ആ സാഹചര്യത്തിൽ ആവശ്യമായ ഒരു വിസ്ഡം കർത്താവ് നമുക്ക് തന്നു. മാത്രമല്ല, എ കംഫർട്ട് ഇൻ ദ ക്രൈസിസ്. നമ്മുടെ സാഹചര്യത്തിൽ ഒരു ആശ്വാസം കർത്താവ് നമുക്ക് തന്നു. ഒരു ന്യൂ ഡിറക്ഷൻ ക്രൈസിസ്. ഇതുപോലെ ഒരുപാട് 4 ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു. ഒന്ന്, സ്ട്രെങ്ത് ഇൻ ദ ക്രൈസിസ്. രണ്ട് കംഫർട്ട് ഇൻ ദ ക്രൈസിസ്. 3, എ ന്യൂ ഡിറക്ഷൻ ഇൻ ദ ക്രൈസിസ്. വിസ്ഡം ഇൻ ദ ക്രൈസിസ്. ഇങ്ങനെ കരുതുന്ന ഒരു നല്ല കർത്താവിനെ ആണ് ഈ പുസ്തകം നമ്മളോട് പരിചയപ്പെടുന്നത്. സോ നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടീവ് സിസ്റ്റം, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ചർച്ച്, നമ്മുടെ എല്ലാം സപ്പോർട്ടീവാണ്. അതിനേക്കാൾ വലിയൊരു സപ്പോർട്ട് നമുക്ക് കർത്താവിന്റെ സന്നിധിയിലുണ്ടല്ലോ. ജീവിതം പ്രതിസന്ധികളുടെ ഒക്കെ ജീവിതമാണ്, തീരുമാനങ്ങളുടെ ജീവിതമാണ്, കാഷ്വാലിറ്റീസ് ഉണ്ടാകാം. അതിന്റെ നടുവിലും കർത്താവ് തരുന്ന വലിയൊരു ഉറപ്പ് നമുക്കുണ്ട്. സോ ഇവിടെ നോക്കിയാൽ മറ്റൊരു കാര്യം, ഇത് ഈ ചിന്തയായിട്ട് ഞാൻ ഇന്ന് രാവിലെ യാത്രയൊക്കെ ചെയ്തപ്പോൾ നോക്കി, ഈ ബ്രേക്ക്ഫാസ്റ്റ് കടൽക്കരയിൽ യേശു ഒരുക്കി വെച്ചു. ഈ 2 ഭാഗത്തും, ഈ ഏലിയാവിന്റെ ഭാഗത്ത് കനലിൽ മേൽ ചുട്ട, ലൈക്ക് നമ്മുടെ മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ എന്താ ഉപയോഗിക്കണം എനിക്കത്, കനലിൽ മേൽ ചുട്ട അടയും മീനും. എന്നാല് ഈ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. മറക്കില്ല, ശ്രദ്ധിക്കണം ഞാൻ പറയാൻ പോകുന്നത്. കർത്താവിന്റെ പ്രോഗ്രാം ഒരു സിസ്റ്റം അല്ല. കാരണം ഇങ്ങനെ ഒരു ദിവസം ഉണ്ടായ അതിനുശേഷം അങ്ങനെയല്ല. ദ ലോർഡ് ഈസ് എ പേഴ്സൺ. കർത്താവ് ഒരു വ്യക്തിയാണ്. ഗോഡ് ഈസ് എ പേഴ്സൺ, നോട്ട് എ സിസ്റ്റം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസം ഒരുക്കിയിട്ട് നോട്ട് ദ സെയിം ഈസ് റിപ്പീറ്റിംഗ് ഓൺ ദ നെക്സ്റ്റ് ഡേ. നോ. അവിടെയാണ് നമ്മുടെ പലർക്കും മിസ്റ്റേക്ക് വരുന്നത്. നോ, ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഓരോ ക്രൈസിസിലും കർത്താവ് ഓരോ വിധത്തിലാകരുത്. ഓരോ സാഹചര്യത്തിലും ദൈവം ഓരോ രീതിയിലാകരുത്. മറക്കല്ലേ,
ഒരു കുടുംബത്തിന് വേണ്ടി കരുതിയതുപോലെ അല്ല വേറൊരു കുടുംബത്തിന് വേണ്ടി കരുതി. 2021 കരുതിയതുപോലെ അല്ല 2022 കരുതുന്നത്. 2023 വേറൊരു രീതിയിലാണ് കരുതുന്നത്. ബിക്കോസ് ലോർഡ് ഈസ് നോട്ട് എ സിസ്റ്റം, ലോർഡ് ഈസ് എ പേഴ്സൺ. ഓരോ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുള്ള ചെങ്കടല് വിഭജിച്ചതുപോലെ അല്ല യോർദാനെ വിഭജിച്ചത്. ഒരു സ്ഥലത്ത് തുവാലയിട്ടു. നോ നെക്സ്റ്റ് മേ നോട്ട് ബി ടൗൺ. നോ, കർത്താവിന് ഒരു മുഖാന്തരം ഇല്ലാതെ പ്രവർത്തിക്കാൻ പറ്റും. നമ്മള് കർത്താവിനെ സിസ്റ്റത്തിലേക്ക് ഒതുക്കല്ല. ഗോഡ് ഈസ് ബിയോണ്ട് ഓൾ ദീസ് തിങ്സ്. നോക്കിയേ, ഗോഡ് ഈസ് പ്രൊവൈഡിങ്. ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ, ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ. അതുകൊണ്ടാണ് ഞാൻ മുട്ടം ജീവനെ സംബന്ധിച്ച് സാക്ഷ്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസിൽ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഒരു പാട്ടാണ്. അവിടെ അദ്ദേഹം പറയുന്നത്, ഞാനൊരു പ്രകാശം കണ്ടു. ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ് ഗേവ് ഹിം എ മെസ്സേജ്. അതൊരു പാട്ടായിട്ടാണ് വെളിയിൽ വന്നത്. ആ സാഹചര്യത്തിൽ ദൈവം വരുന്നത്. ഞാൻ ഈ സാക്ഷ്യം കാണുമ്പോൾ അദ്ദേഹം അപ്പച്ചനും അമ്മച്ചും കൂടെ അപ്പുറത്തും പ്രതിരുന്നോണ്ടാ പാട്ട് പാടും. അവർക്ക് എത്രയോ സംവത്സരങ്ങൾ മുന്നോട്ട് പോയി. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോൻ, കണ്ണിൻ മണി പോലെ കാത്തിടുന്നു. ലോങ് ലൈഫ്, എത്രയോ സാഹചര്യത്തോടെ കടന്നുപോയി. ഓർത്തോണം, കർത്താവ് നമുക്കുണ്ട്. The Lord is there. The Lord is there. The Lord will seek us. The Lord will speak to us. The Lord will provide for us. This is a case of my message today. എന്നാൽ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇതിനൊന്ന് ബാലൻസ് ചെയ്യണം. This is a case. ഈ വചനത്തെ ഞാൻ ഏലിയാവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലായി രാത്രി നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സാക്ഷ്യമുണ്ട്, എന്റെ ജീവിതത്തിലെ സാക്ഷ്യമുണ്ട്, നമുക്കെല്ലാം അറിയാം. No crisis and restoration, new direction. The Lord is graciously giving. Jesus, the resurrected Jesus, our Lord and our Master, is giving us. അത് ഒരു കേസാണ്. നിർത്തട്ടെ, ഞാനോട് ചോദ്യം ചോദിക്കാം. If there is no seeking, if there is no speaking, if there is no provision, what is it? ഞാൻ പറഞ്ഞു, ക്രൈസിസിൽ കർത്താവ് നമ്മളെ സീക്കി, ക്രൈസിസിൽ കർത്താവ് നമ്മളോട് സ്പീക്കിംഗ്, കർത്താവ് നമ്മളെ പ്രൊവൈഡിങ്. If there is no seeking from the Lord, if there is no speaking from the Lord, if there is no provision from the Lord, what does it mean by? ഉദാഹരണം, Acts chapter 7, Stephen's case. No, എന്റെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയാം. Then the Lord will receive us. If there is no seeking, if there is no speaking, if there is no provision on this shore, the Lord receives Stephen to the other shore. The reception is there. There is no restoration, but reception is happening. So the first case, Christ and restoration. To continue the race. Eliyawe, നിനക്ക് ദൂരയാത്രയാണ്. This is not the end of the story. Peter, this is not the end of the story. ഇനി മിനിസ്ട്രി മുന്നോട്ടുണ്ട്, ഇനി റോഡുകൾ ക്രോസ് ചെയ്യാനുണ്ട്, ഇനി ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടണ്ട, ഇനി ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യണ്ട, ഇനി മുന്നോട്ട് പോകണം. മാസങ്ങളും ഇയർ നമ്മുടെ മുമ്പിലുണ്ട്. That is what Elijah ആയിരിക്കും ശിഷ്യന്മാർക്ക് കൊടുത്തത്. But Stephen's case, this is the end of the journey. Receiving. There is no seeking, there is no speaking, there is no provision, but receiving Stephen. So രണ്ട് കേസ് ചെയ്യുമ്പോൾ എന്റെ മെസ്സേജ് ആയത്തെ കേസ് തന്നെ എന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്റെ ആശയം. ഒറ്റ കേസ് കൂടെ ഉണ്ട്. That means there is no provision, there is no speaking, and there is no seeking, but there is no reception. Now what is that? A third case. അതിനെ എങ്ങനെ കഴിയും? ക്രൈസിസിലാണ്, പക്ഷേ there is no answers. ക്രൈസിസിലാണ്, there is no voice. ക്രൈസിസിലാണ്, there is no provision. That's a third choice. Now what does that mean by? That's the most difficult situation. ഞാൻ അവിടെ ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എന്റെ മനസ്സിൽ വന്ന് ഞാൻ എഴുതി വെച്ചു. ഞാൻ അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. ഒന്ന്, prayer. Pray. No, that's what the number one thing. No, നമുക്ക് കാണാൻ കഴിയുന്നില്ല, മൂടൽ മഞ്ഞിനകത്താണ്. We are not seeing the road. To pray to the Lord. Pray to the Lord. Number 2, Isaiah chapter 40. Wait for the Lord. Prayer and wait. Third thing, trust the Lord. Trust the Lord. കാരണം ആകാശത്തെ ഭൂമിയെയും വിരിച്ച ഒരു കർത്താവ് എന്റെ ചെറിയ സിറ്റുവേഷനകത്തെ ഈ ക്രൈസിസിൽ വെളിച്ചം പകരാൻ ദൈവത്തെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു ട്രസ്റ്റ് ചെയ്യുക. Trusting the Lord, the goodness, the faithfulness of the Lord, trust ചെയ്യുക. Name of the Lord, trust ചെയ്യുക.
The fourth thing, examine our life. Examine our life. നമ്മുടെ ഭാഗത്തോടെ ഫോൾട്ട് പറ്റി. Now this is what examining our life. Waiting, praying, trusting and examining our life. No, അത് രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ലാസ്റ്റ് 2 keys. എന്റെ ഫസ്റ്റ് മെസ്സേജ് ആദ്യത്തെ ഭാഗം തന്നെയാണ്. ഒരു പ്രാവശ്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രൈസിസ് ആൻഡ് റെസ്റ്റോറേഷൻ. സപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാ ലോകത്തിലെ മനുഷ്യരെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു അഡീഷണൽ the first supporting, that means the Lord is there in our crisis. The Lord is there, especially the resurrected Lord is there. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവിടെ ഉണ്ട്. He will seek us. എന്താ കാരണം എന്നറിയാമോ? Because he called us. നമ്മളെ വിളിച്ചത് കൊണ്ട്, നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട്. ആ ഒരു ചെറിയ കടലും ചെറിയ ഡബിൾ ഫെയിലിയറും ആ രാത്രിയിലെ പരാജയവും എല്ലാം യേശുവിന് അറിയാം. He will wait for us. He will seek us. He will speak to us. മലമുഖാന്തരങ്ങളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ സൺഡേ സർമണിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ രാവിലത്തെ സങ്കീർത്തന ധ്യാനത്തിലൂടെ ആയിരിക്കാം, ടെക്സ്റ്റിലൂടെ ആയിരിക്കാം, പാട്ടിലൂടെ ആയിരിക്കാം. ഇത് പറയുമ്പോൾ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റും, എന്നാൽ I am not describing it. And you know what it is. Third thing, the Lord will provide. ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞാൽ, the Lord will strengthen, Lord will give wisdom, Lord will give us a comfort, the Lord will give us a new direction. അതുകൊണ്ട് മുട്ടൻ ഗീവരിസപ്പൻ പറഞ്ഞതുപോലെ, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജി, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ, കണ്ണിൻ മണി പോലെ കരുതും, അന്ത്യം വരെ വഴുതാതെ നടത്തുവാൻ അവൻ മതിയായവനായ കർത്താവ്. ഹല്ലേലൂയ. പാസ്റ്റർ മാറിയേക്കാം, വിശ്വാസികൾ മാറിയേക്കാം, സഹോദരന്മാർ മാറിയേക്കാം, സിസ്റ്റംസ് മാറിയേക്കാം, എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസം വരാം, കാലാവസ്ഥ മാറിയേക്കാം, രാഷ്ട്രങ്ങൾ മാറിയേക്കാം, നിയമങ്ങൾ മാറിയേക്കാം. പക്ഷെ കർത്താവ് ഒരിക്കലും മാറില്ല, ഒരു നാളും മാറില്ല. നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ പ്രതിസന്ധികൾ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസനോട് റിജോയ്സ് ഫെലോഷിപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ധരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.